അല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? ഇവിടെ പ്രശ്ന നമ്മളെ പാർട്ടി ഗ്രാമത്തിലാ. നിങ്ങളെന്നാ പറയുന്നത്? ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഇതാണ് പാർട്ടി നാട്, ഇതാണ് പാർട്ടി ഓഫീസ്. പന്നിയന്നൂർ മുകുതൻ എന്ന സീമുഖക്കുട്ടിയുടെ നാട്. ഫോട്ടത്തിൽ കാണുന്ന സഖാവിന്റെ മൂത്തവനാ. നടുക്കത്തെ അപ്പുറത്തിലെ രക്തസാക്ഷികളാ. ഓനാൾ ഉഷാറാ, നല്ലോണം പഠിക്കൂ. വീടില്ല തിരുവനന്തപുരത്താ. വീടിയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയും. ഫോണി നോക്കണേ, നമ്മളെ അച്ചാച്ചന്റെ കാലത്ത് ഇല്ല. ഒരു അഗ്നിപരീക്ഷണമാണ്. ഓർക്കേണ്ട വസ്തുത ഇതൊരു കേന്ദ്രവിരുദ്ധ സമരമാണ് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, പ്രകോപനങ്ങൾ ഉണ്ടാവും. നമ്മളായിട്ട് അബദ്ധം കാട്ടണം. നമ്മളെ പെരുന്തച്ഛനാ, ബുദ്ധിജീവി. എഴുന്നേറ്റോളൂ. നല്ല കിണ്ണത്തപ്പാന്ന് എടുക്ക്. സഖാവ് ആലപ്പുഴയിലേടയാ? പുന്നപ്ര. ഓ, ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ? സഖാവ് AKG സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട്. പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ്, ആലപ്പുഴയും കണ്ണൂരും. നല്ലത്. സഖാവിനപ്പോൾ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ. അതോർക്ക് വരുന്ന വയ്ക്കാൻ മനസ്സിലായി. അപ്പൊ താമസമല്ല എങ്ങനെയാ? സഹകരണ ബാങ്കിലെ സുഗുണാട്ടന്റെ വീട്ടിന്റെ മുകളിൽ എല്ലാം സെറ്റാക്കിനി. നന്നായി. നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അതെ. അപ്പൊ സഖാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാവട്ടെ. അതാ. താക്കോലുപിടി. അപ്പോൾ കുഞ്ഞരത്തൻ മാഷ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളാണ് മൂത്ത സഖാവിൻ്റെ ഭാര്യ. നിങ്ങൾ എങ്ങനെയെങ്കിലും മൂത്ത സഖാവിനെ കാത്തോണം കേട്ടാ. പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണം. അതിന് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സഖാവിൻ്റെ ജീവനാണ് വരുന്നത്. അപ്പം മറക്കണ്ട. അപ്പോൾ അതിലടിച്ചോളാം, കയറിക്കോ. ഞാൻ പോവാ. ജാൽസലാം. ഏഴര വിളിക്കുമ്പോൾ അവൻ്റെ എസ്കോട്ട് നിന്നെ ശരിയാക്കി തരാം. പ്രസിനെ വിളിക്കുമ്പോൾ മണൽക്കടത്ത് സംഘം SIയെ ഡ്യൂട്ടിക്കടെ ആക്രമിച്ചെന്ന് കൊടുത്തേക്കണം. യെസ് സർ. ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരും വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത്. ഉള്ള പ്രളയമെല്ലാം വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല. ചെല്ല്, റിപ്പോർട്ട് അവസാനം കൂടെ എഴുതിച്ചാൽ മതി. സർ. എന്താ വിഷയം? സർ, പന്നിയന്നൂർ മുകുന്ദൻ സഖാവിന്റെ ഗൺമാനാ. ജോയിൻ ചെയ്യുന്നവനെ സാറൊന്ന് കാണാൻ വന്നാ. ഗൺമാൻ പൊതുവെ സുഖപരിപാടിയാ. പക്ഷെ നീ ഇവിടെ ഒന്ന് പെടും. നല്ല തീ പിടിച്ച ഓട്ടമായിരിക്കും. എന്താ എൻ്റെ പേര്? അയ്യപ്പദാസ്. താൻ പാർട്ടിക്കാരനാണല്ലേ? വിവീഷും വലിയ സഖാവാ. ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പെടാം. എന്താ ഷെരീഫേ? ഇല്ല, പറ. എവിടെ? തടഞ്ഞു വെക്കാനോ? ടൗണിലോ? ആ സച്ചിനെ, വണ്ടി എടു. താൻ വാ. സ്റ്റേഷൻ ആള് കുറവാ. കണ്ടോ അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഇറങ്ങി. അടുത്തെടുത്തു. കുടുംബത്തിന് വില അറിയോ? പഠിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളെക്കാൾ അന്തസ്സായിട്ട് ഞാൻ ജീവിക്കുന്നത്. എന്താ ഷെരീഫേ പ്രശ്നം? പെണ്ണിനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. എന്താടാ അവിടെ? എന്താ പ്രശ്നം? സാറത് കണ്ടോ സാറേ? ഇന്ന് രാവിലെ പണി കഴിഞ്ഞ് ഓട്ടോ ചെയ്ത് ഇത് 3-ാം തവണ ഈ കളി കാണിച്ചു കൂട്ടുന്നു. എനിക്ക് ജീവിക്കണ്ടേ സാറേ? ഓൾ പറയുന്നു കേട്ടോ. എന്താ കാരണം? എന്ത് കാരണം സാറേ? ഞാൻ വേറെ പാർട്ടിക്കാരായതുകൊണ്ട്, ഇവരുടെ യൂണിയനിൽ ചേരാത്തോണ്ട്. ഞാൻ ഒരു ആദിവാസി പെണ്ണായി പോയില്ലേ സാറേ? ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കുന്ന ഇവൾക്ക് സഹിക്കുന്നില്ല. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായിസം ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിയിട്ട്. ഞാനും ജനിച്ച നാടായത്. എനക്ക് അറിയാതെ സാറേ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. ഇവളെ പറയുന്നത് മുഴുവൻ നുണയാ സാറേ. ഇവളെ പണി എന്താ അറിയാം? കസ്റ്റമേഴ്സിനെ കുറിച്ച്, ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് കുറ്റം പറയും. ട്രിപ്പ് തട്ടെടുക്കുക, ആരോടും ദേഷ്യം തെരഞ്ഞു പിടിച്ച് അവർ നേരെ പെറ്റിച്ച് കൊടുക്കുക, കള്ളും കുടിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറേ. വെറുതെ ഇളക്കുന്നേ സാറേ. സംശയം നാട്ടുകാരോട് ചോദിച്ചോ. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോടാ. ഓഹോ,
ഒരു പ്രശ്നം ഉണ്ടാകുന്ന രണ്ടു കൂട്ടരോട് ചോദിക്കണ്ട സാറേ, അതല്ലേ മാന്യത. ഒരു പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ട് കിടന്ന് ചലിക്കുന്നോടാ നീ. പ്രശ്നം നമ്മളെ കയ്യിൽ കൂല. ഒരു പ്രശ്നമില്ല, കേസ് എടുക്കണം. ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നല്ല. നിയമം കൈയെടുത്ത എല്ലാത്തിനെയും പൊക്കും. മോൻ സാറേ, കൂത്തുപറമ്പിൽ കൂടുതൽ പോസ്റ്റോട് വരാൻ പറ. ആഹാ, കളി നമുക്ക് നോക്കാം. പാർട്ടിക്കാരാന്ന് വെച്ചാൽ എന്ത് തോന്നിയതും കാണിക്കാം. ഇത് പൂര കുഴപ്പാവും. ഇത് ഇട നിൽക്കൂല. പാടച്ചോനെ തീരുമാനായി. വെറുതെ വിടരുത് സാറേ. ഇതിനു വേണ്ടി ഏതറ്റം വരെയും പോകും ഞാൻ. ഞാനൊരു ദേശീയതോട് പറഞ്ഞ് ഈറ്റുകൾ. എന്തെല്ലാം തോന്നിയാണ് ഇതിന്റെ ഉപാധി. എന്താ മോഹന, നിങ്ങള് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കല, തീർക്കാനല്ലേ നോക്കണ്ടത്. സാറ് ഇവിടുത്തെ ഇഷ്യൂ കണ്ടല്ലോ. ഈ പെണ്ണിന്റെ ഇവരെല്ലാവരും ഇത് ഓട്ടോക്കാർ തമ്മിലുണ്ടായ പ്രശ്നമായിട്ട് അങ്ങ് വിട്ടാ മതി, കേസൊന്നും വേണ്ട. അതല്ല സാർ, ഇവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക് അതിനിവിടെ ആർക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ, അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ? ഞാളായിട്ട് തുടങ്ങിയ പ്രശ്നമല്ല സഖാവേ ഇത്. ഓള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതാ. തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനംപ്രതി നേരിടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ?
ചന്ദ്ര ഓളൊരു പെണ്ണാണ്. സമൂഹവും മീഡിയ എല്ലാം ഓളുടെ കൂടെയല്ലേ നിൽക്കൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പാർട്ടീനെ നാണം കെടുത്തരുത് ആരായാലും. ഇനിയോള് സ്റ്റാൻഡിലൂടിയ നാണക്കേടാണ് സഖാവേ. അതിനോള് സ്റ്റാൻഡിലിറങ്ങി ഓടുമ്പോഴല്ലേ അതപ്പം നോക്കാം. അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നാ ചെല്ല്, പണികളേണ്ട. എന്നാ ശരി മാഷേ. കുറച്ചു നേരമല്ലോ അവിടെ കിടന്ന് പരിങ്ങുന്നു. ആരാ? സഖാവേ, അത് നിങ്ങളെ പുതിയ ഗൺമാനാന്ന്. ഇന്നലെ വന്നിനേനു. കൊടുക്കാം. രാവണി മാഷ്. ആ മാഷെ, ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്. പുതിയ ഗൺമാനാ? അതെ. ബാബാ ഹലോ. ആ രാജേഷ് ചേട്ടാ, എന്താണ് ഒരു വിവരമില്ലല്ലോ? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ. ഏച്ചിക്കാ, ഏച്ചി ഈടെ ഉണ്ടല്ലോ. അല്ല, എന്നിട്ട് നിങ്ങൾ വരുന്നില്ല? ഓ അതെയാ. ഞാൻ ഇവിടെ ഉണ്ട് ഏച്ചി. രാജേഷ് ചേട്ടനാ. ഹലോ രാജേട്ടാ, എന്തെല്ലാം ഉണ്ട്? നിങ്ങൾ തലേന്നേ വരൂന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലേ? അച്ചാച്ചന് ഈടെ ഉണ്ടേനല്ലോ. രാമയുടെ അച്ചാച്ചന് കൊടുത്തു. അമ്മ കണ്ടില്ലല്ലോ മോളെ. ഒരു മിനിറ്റ്. അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ പോകും. ഷോനില്ലാണ്ടായി പോയി. പാവം എന്റെ മോള്. എന്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ. പക്ഷെ പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഇതിനെങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? ഞാനല്ല, പാർട്ടിയാ തരുന്നത്. അങ്ങനെ കാണാവൂ. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്. അതാ രാത്രി തന്നെ വന്നത്. ഈടത്തോളം വന്നിട്ട് മോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപടി പറ്റി വരാതെ പോയാൽ ഓക്ക് സങ്കടാവും. എല്ലാരും വാ വാ വാ. മുകുന്ദേട്ടാ, ഞാൻ താഴെ കണ്ടിനു. കേറി വരൂന്ന് അമ്മ പറഞ്ഞു. സുജക്ക് സന്തോഷായി. ഇതല്ല സതീശ, മാലയിട്ടാ. അടുത്ത മാസം പോണം. ആ സൈഷ എന്നാ വിളമ്പിക്കോ. ആ എടുക്കാം. ബിരിയാണിയാ, ഞാൻ കഴിക്കൂലല്ലോ. അറിയപ്പാ, നാളെ ചോറല്ലേ. വാ. ചെല്ലി പോയിട്ട് ഫുഡിന്റെ കാര്യങ്ങളും നോക്ക്. എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം കേട്ടാ. ഇതാണോ വിളമ്പുന്നത്? അതെ. നിങ്ങളാരേനും? ഞാൻ സഖാവിൻ്റെ പുതിയ ഗൺമാനാണ്. ഓ, ഇത് സേഫ് ആണല്ലോ അല്ലേ? അതെ. അത് പ്രൊട്ടക്ഷൻ. ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ബുദ്ധിയാന്നല്ല സാറേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോയില്ലേ ഇതിൽ വിഷം ഉണ്ടെങ്കിൽ? ഒരു കല്യാണ വീട്ടിൽ നിന്ന് തിമ്മാതിരി വർത്താനം പറയുന്നു. വിജയ്, ഇയാളാള് മോശമില്ലല്ലോ. നമ്മൾ കുറച്ച് ഗവൺമെന്റ്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ. വീട്ടിൽ പറഞ്ഞു മുന്നേട്ടം നമുക്ക് ആരാന്ന് എനിക്കറിയാം. ഇവിടുന്ന് വർത്താനം പറയുമ്പോൾ ആലോചിച്ച് പറയണം കേട്ടോ. എൻ്റെ ഫിറോസ് ഏടുന്ന കിട്ടിയ ആളാ.
ചെല്ലി വിളിക്കുന്നുണ്ട്. ചെല്ലടോ. എന്റെ പേരെന്തെന്നാ പറഞ്ഞു? അയ്യപ്പദാസ്. അയ്യപ്പദാസെ 19 വർഷമായിട്ട് ഈ മണ്ണി ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത്. പാർട്ടിക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, പക്ഷെ എനക്കതില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്. ആരാപ്പത്? സാറെന്താ അന്തം വിട്ടിക്കുന്നു? സാറ് വന്നേ, ഒരു കാര്യം പറയാണ്ട്. വാ സാറേ, ഒരത്യാവശ്യ കാര്യമാണ്. ഡ്യൂട്ടിയിലാണ്. ഓലക്കാണ് ഡ്യൂട്ടി. നിങ്ങൾക്ക് കാറ്റുണ്ടാ? അയാൾ ചോറ് കഴിച്ച് വരുമ്പോഴത്തേക്കും 2 അടിച്ചിട്ട് പോയിക്കോ. അയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ കേട്ടിന്. മുകുന്ദൻ ഒതിർക്കല്ലാത്ത ചെറ്റ. ആ ഓ മാത്രല്ല, ഓന്റെ പാർട്ടിക്കാർ. അല്ല, നിങ്ങള് എന്തെന്നാണ് വേറെ പാർട്ടിയായാല്? ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, ജീവിക്കണ്ടേ? അതുകൊണ്ട് സഖാവെങ്കിൽ സഖാവ്. വയസ്സേ 36. പാനൂരുകാരനായിട്ട് പെണ്ണും കിട്ടുന്നില്ല. കുരിപ്പ്. നിങ്ങൾക്ക് വേണ്ട? എന്റെ പൊന്നയ്യപ്പദാസെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല. ഇതെല്ലാം നേർച്ച കേസാ. ഏത് നിമിഷം തീരും. ഒരകലം പാലിച്ച് നടന്നു. കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗവൺമെന്റാണോ നോക്കൂല. ഏടുന്നു എപ്പോഴും എന്തു സംഭവിക്കാം. ചിലപ്പോ ഇപ്പോ ഈ കല്യാണം വിട്ടുന്നായിരിക്കും പെട്ടെന്നൊരു ബോംബ്. ഇയാൾ ആരെന്ന് നീ വിചാരിച്ചേ? 90 മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഇയാൾതാ, പന്ന്യന്നൂർ മുകുന്ദൻ. ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രനു, പക്ഷെ ഇപ്പം പെട്ട്. ഏത്? നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വിനോദ് വധക്കേസ് 2-3 കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്ത് കളഞ്ഞില്ലേ? അതിൽ 9ാം പ്രതി അയാൾ. അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ്. അപ്പൊ അവര് വെറുതെ വിടുമോ? നാളെ അതിന്റെ സാക്ഷി വിസ്താരം തുടങ്ങുന്ന. സൂക്ഷിച്ചോ.